ഓക്കെ ഗായ്സ്, ഓക്കെ അപ്പം ഞാനാണ് ഗായ്സ് ഫ്രാങ്ക്ലിൻ ദി ബില്യണയർ. പക്ഷേ ഇപ്പോൾ ബില്യണയർ അല്ല ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഒരു പുവർ മാൻ ആണ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കണക്ക് എന്തായാലും ആദ്യം എന്തായാലും ഇഷ്ടം പോലെ ക്യാഷ് കണക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ക്യാഷ് കണക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ക്യാഷ് കണക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്ക് ഒരു കോടീശ്വരന് കണക്കെ ആയിരുന്നു ഗൈസ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഫ്രാങ്ക്ലിന് കണക്ക് ഒരു കോടീശ്വരനെ അല്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിലുള്ള എല്ലാ പൈസ എല്ലാം പോയി ഗൈസ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഒരു പിച്ചക്കാരനാണ് ഗൈസ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല ഗൈസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ ചുമ്മാ മില്ലണയർ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തുകൊണ്ട് വെച്ചൊക്കെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ, അല്ലാതെ നമ്മുടെ കയ്യിലൊന്നും തന്നെ ഇല്ല. ഓക്കെ, എൻ്റെ കയ്യിലൊരു ജാക്കറ്റ് പോലും നേരെ ഇല്ല ഗൈസ്. ഓക്കെ, തുണി ഇടാതെയാണ് ഗൈസ് ഞാൻ എന്തായാലും റോട്ടിൽ കൂടെ നടക്കണമെന്ന് വെച്ചാൽ. എന്ന് വെച്ചാൽ ഉള്ള പൈസ ഒക്കെ വെച്ചാണ് നമ്മളിപ്പോൾ ജീവിച്ച് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ല വില പിടിപ്പിക്കുന്ന കാറും അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സ് വരെ വിൽക്കേണ്ടെന്ന് ഗൈസ്. ഓക്കെ, ഡ്രസ്സ് വരെ വിൽക്കേണ്ടെന്ന് അത്രയ്ക്ക് പൈസ പോയി ഗൈസ് എൻ്റെ. ഓക്കെ, മുമ്പേ എൻ്റെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പം എൻ്റെ ഒട്ടും തന്നെ ക്യാഷ് കണക്കല്ല, ഞാൻ ആകെ പൂവറായി ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉണ്ട് ഇനി പൈസ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ജാക്കറ്റിനും ഡ്രസ്സൊക്കെ വിറ്റാലും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ 7-8 മാസമായിട്ട് ഞാൻ എന്തായാലും ഈ നിക്കറന്നെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. എന്താ അവസ്ഥയാണല്ലേ. ഞാൻ ചുമ്മാ മില്ലണയറെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ ഈ കണ്ണാടിയൊക്കെ ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഗൈസ് പഴയതുപോലെ മില്ലണയർ ആവണം ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇപ്പോൾ യൂസ് ചെയ്യണില്ല ഗൈസ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. ഓക്കെ, ചുമ്മാ കറണ്ട് ബിൽ അടയ്ക്കാതല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ കുറേ കാലമായിട്ടോ നമ്മുടെ PC ഗെയിമൊക്കെ കളിച്ചിട്ട്. ഓക്കെ, ത്രിബിൾ മോട്ടർ സെറ്റൊക്കെയാണ് ഇത്, സെറ്റപ്പൊക്കെയാണ് ഇത്. മിക്കവാറും ഇനി വിൽക്കേണ്ടി വരും കേട്ടോ. എനിക്കത് മാത്രമല്ല, ഇഷ്ടംപോലെ കടവും എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്ക് ഇഷ്ടംപോലെ എന്തായാലും കടവും കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പോലെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞിടും. ഓക്കെ, എൻ്റെ കയ്യിൽ തന്നെ ആകെപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ ഗൈസ് ഒരു മഹീന്ദ്ര താറും പിന്നെ ഒരു ഹണ്ടറുമാണ് കേട്ടോ. വേറെ വണ്ടികളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഗൈസ് എൻ്റെ കയ്യിൽ. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മുടെ ഗ്യാരേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, ഗ്യാരേജിൽ ഒറ്റ വണ്ടി ഇല്ലാണ്, മൊത്തം കാലിയായി കിടക്കണം. മുമ്പ് എൻ്റെ ഒരു ബൊലേറോ, സ്വിഫ്റ്റ് അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഹണ്ടറും അതേപോലെ നമ്മുടെ ഈ ഒരു മഹീന്ദ്ര താറും എന്തായാലും ഉള്ളൂ ഗൈസ്. ഓക്കെ, വേറെ വണ്ടികളോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, ഞാൻ കൂടുതൽ എടുക്കുന്ന ഹണ്ടറാണ് കേട്ടോ. താർ എടുത്തിട്ട് കുറേ ദിവസമൊക്കെ ഈ വണ്ടി കുറേ കാലമായിട്ട് ഈ രീതിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല ഗൈസ്. ഓക്കെ, ആകെ പൂവറായിട്ട് നിൽക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനല്ലേ, നമുക്ക് എങ്ങനെയാണ് പഴയതുപോലെ റിച്ച് ആവണം ഗൈസ്. ഓക്കെ, റിച്ച് ആയില്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, നമ്മളെന്തായാലും എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ ഇതേപോലെ പൂവറായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും അങ്ങനെ വരാൻ പാടില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഒത്തിരി ക്യാഷ് കണക്ക് ഉണ്ടാക്കണം കേട്ടോ. അതെ മുതലാളി എടാ ടൈഗറെ, നിനക്ക് എന്തിൻ്റെ ഏടാ? ഞാൻ ഒന്നാമത് ഇവിടെ കയ്യിൽ 10 പൈസ ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നീ എന്നെ മുതലാളി എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നീ എന്നെ വേണമെങ്കിൽ ഫ്രാങ്ക്ലിനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഇല്ല മുതലാളി പഴയതുപോലെ റിച്ച് ആവും മുതലാളി. ഞാനാണ് ഈ പറയണം, ഞാനാണ് ഈ ടൈഗറാണ് ഈ പറയണത്, ടൈഗർ. എടാ ടൈഗറെ, നീ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. 10 പൈസ ഇല്ലടാ എൻ്റെ കയ്യിൽ. അതുകൊണ്ട് നിനക്ക് എല്ലാ ദിവസവും നല്ല ഫുഡ് തരാനും തന്നെ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ഒരു മാസം വരെ നിനക്ക് ചിലപ്പോൾ ഫുഡ് തരാൻ പറ്റില്ല കേട്ടോ എനിക്ക്. അയ്യോ മുതലാളി, അതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? എടാ കാരണം കയ്യിൽ 10 പൈസ ഇല്ലടാ, അതുകൊണ്ടാ മുതലാളി. നമുക്ക് എങ്ങനെയും പഴയതുപോലെ റിച്ച് ആവണം കേട്ടാ. ആടാ ടൈഗറെ, നീ ഇപ്പോൾ ഒരു കാര്യം ചെന്നടാ, വാടാ. മുതലാളി, ഞാനെന്താണ്ടാ വരണേ. എടാ വാടാ, നമുക്കില്ല എങ്ങനെയെങ്കിലും റിച്ച് ആവാം കേട്ടാ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേര് ലെസ്റ്റർ എന്നെന്തോ ആണ്. ഓക്കെ, നമുക്കെന്തായാലും അവൻ്റെ കൂടെ എന്തായാലും ചോദിച്ച് കുറച്ച് മിഷൻസൊക്കെ ചോദിക്കാം കേട്ടാ. മുതലാളി എന്തായാലും പോയിട്ടോ, ഞാൻ വീട് നോക്കാം. ആടാ ടൈഗറെ, നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മുതലാളി, അപ്പോൾ ശരിയാടാ, ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരൻ ലെസ്റ്ററില്ല, അവനോട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ മിഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വരാടാ. ശരി അപ്പോൾ മുതലാളി, ശരി പോയിട്ടാ. ടൈഗറെ, ഇപ്പം ഞാൻ എന്നാലും സിറ്റിയിൽ എന്നാലും വണ്ടി ഓടിച്ചുകൊണ്ട് എന്തായാലും നിൽക്കുകയാണ് കേട്ടാ. നമുക്ക് എങ്ങനെയാലും റിച്ച് ആവണം കേസ്, അല്ലാതെ ശരിയാവത്തില്ല കേട്ടാ. നമുക്കെന്തായാലും കുറേ ക്യാഷ് കളൊക്കെ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. നമുക്കെന്തായാലും വണ്ടി കൂടെ എന്തായാലും കത്തിച്ചെന്തായാലും വിടാം കേട്ടോ. എന്നിട്ട് നമുക്കെന്തായാലും നേരെ നമ്മുടെ ഫ്രണ്ട് ലെസ്റ്ററില്ലേ, നമുക്കെന്തായാലും അവൻ്റെ വീട്ടിൽ പോകും. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട കേസ്, എന്തിനാ അത്രയും ദൂരം അവൻ്റെ വീട്ടിൽ പോകണം? ഒന്നാമത് വണ്ടിയിൽ തീരെ പെട്രോളും ഇല്ല കേസ്. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, ആകെപ്പാടെ ഉള്ളത് 20 രൂപയുടെ നോട്ടാണ് കേട്ടോ എൻ്റെ പേഴ്സിലൊക്കെ. അല്ലാതെ ഒന്നും തന്നെ ഇല്ല കേസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ. ഓക്കെ, നമുക്കപ്പോൾ ഫോൺ എടുത്ത് നമ്മുടെ ലെസ്റ്ററിനെ ഒന്ന് വിളിക്കാം കേസ്, അല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഫോൺ എടുത്ത് നമ്മുടെ ലെസ്റ്ററിനെ നൈസായിട്ട് അങ്ങ് വിളിക്കാം കേസ്. എന്നിട്ട് എന്തായാലും അവൻ്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എടാ ലെസ്റ്ററേ, ഫ്രാങ്ക്ലിനെ സുഖം തന്നെ. ഫ്രാങ്ക്ലിന് നീ ഇപ്പോൾ ഭയങ്കര മില്ലണയറൊക്കെ ആണല്ലേ?
എടാ ലെസ്റ്ററെ നീ അറിഞ്ഞില്ലേടാ? എടാ എൻ്റെ കയ്യിൽ ഇപ്പം 10ൻ്റെ പൈസ ഇല്ലടാ. ഞാൻ ഇപ്പം മില്യണയറിൽ നേരെ പോറിലോട്ടായടാ. എടാ ഫ്രാങ്ക്ലിനെ നീ ചുമ്മാ പറയണാണോ അതോ ശരിക്കും പറയണേടാ? എടാ ലെസ്റ്ററെ നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിടാ. എടാ ഇപ്പം എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലടാ. ഞാൻ ഇപ്പം പൂവറാണെടാ. പൂവറ് എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലടാ. ഞാൻ ആകെ പാപ്പനായിട്ട് നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ല. ഞാൻ തുണി ഇടാതെയാണ് കേസ് എടാ റോട്ടി കിടക്കണേ. അയ്യേ തുണിയിടാനെ അന്നെ നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കുറേ അടിപൊളി ജാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. എടാ ലെസ്റ്ററെ എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും പോയോണ്ട് എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി പോകണ്ട. അത് മാത്രമല്ല എനിക്കാണെങ്കിൽ കുറേ കടമുണ്ട്. അതുകൊണ്ട് അതെല്ലാം അടയ്ക്കണോണ്ട് തന്നെ ഞാൻ കുറേ വേറെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ ജാക്കറ്റും എല്ലാ ഡ്രസ്സും ഉണ്ട് വിറ്റ്. ഇപ്പം എൻ്റെ കയ്യിൽ ആകെ ഉള്ള ചില ഒരു നിക്കറാണ്. ആ നിക്കർ ഇട്ടുകൊണ്ടാണ് ഞാൻ റോട്ടി കിടക്കണം. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിനെ നിൻ്റെ അവസ്ഥ കൊണ്ട് എനിക്ക് നല്ല രീതിക്ക് വിഷമമാണ് കേട്ടാ. ഞാൻ നിനക്കൊരു മിഷൻ തരാം. ആ മിഷൻ നീ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു എത്ര $100 മില്യൺ തരാം. 100 മില്യൺ ഡോളറാ? ഓ അത് മതി $100 മില്യൺ എങ്കിൽ $100 മില്യൺ. മിഷൻ എന്താന്ന് പറ. എടാ ഫ്രാങ്ക്ലിനെ നീ സൂക്ഷിച്ച് കേട്ടിരുന്നോ? നമ്മുടെ സിറ്റിയിലാണെങ്കിൽ ഒരു വീട് നമ്മുടെ സിറ്റിയിലുള്ള ഒരു വീട്ടിൽ കണക്കാണെങ്കിൽ ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു ഗോൾഡൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഉണ്ട്. ഗോൾഡൻ മാരുതി സുസുക്കി സ്വിഫ്റ്റാ? ആടാ ഗോൾഡൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അതിൻ്റെ അലോയ് ഉൾപ്പെടെ എല്ലാം ഗോൾഡാണ്. അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ടയർ സ്മോക്ക് വരെ ഗോൾഡാണ്. എടാ ഇത് ആരുടെ വണ്ടിയടാ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നീ ആ വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിനക്ക് 100 മില്യൺ തരാം. പിന്നെ എക്സ്ട്രാ നീ എനിക്ക് കയ്യിൽ 10ൻ്റെ പൈസയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വേണമെങ്കിൽ ഒരു $200 മില്യൺ കൂടെ തരാം. ടാങ്കിയുടെ ലെസ്റ്ററെ ശരിയടാ. അപ്പം ഞാൻ എങ്ങനെയായാലും ശരി ആ വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്നിരിക്കും. നീ അപ്പോൾ ക്യാഷൊക്കെ എടുത്ത് സെറ്റാക്കി ആടാ ഫ്രാങ്ക്ലിനെ. ഞാൻ ഏറ്റടാ എല്ലാം സെറ്റാക്കിക്കാം ആടാ ലെസ്റ്ററെ. ഓക്കെ കേസ് എന്തായാലും നമുക്കെന്തായാലും ഇല്ല ഒരു ഗോൾഡൻ സ്വിഫ്റ്റ് കണക്കാൻ തന്നെ നൈസായിട്ട് അടിച്ചു വരാം. അവിടെ ലെസ്റ്റർ കണക്കാൻ ലൊക്കേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ കേസ് നമുക്കെന്തായാലും നിറയെ ക്യാഷും കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഏതാണ് ജീവിക്കാനുള്ള പൈസ എല്ലാം കിട്ടും. ഇതൊക്കെ വേണമെങ്കിൽ ഒരു 20 വർഷം വരെ ജീവിക്കാനുള്ള പൈസ ഉണ്ട് കേട്ടോ. ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഓക്കെ നമുക്കിപ്പോൾ എന്തായാലും നേരെ ആ ലൊക്കേഷനിലോട്ട് എന്തായാലും വണ്ടി കൊണ്ട് കത്തിച്ച് എന്തായാലും വിടാം. ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് നമ്മളെന്തായാലും ആ കാറുള്ള ഏകദേശം ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കേസ് ഇവിടെയാണ് ആ കാറിൻ്റെ ലൊക്കേഷൻ ഞാൻ കാണിക്കുന്നത്. ഓക്കെ നമ്മുടെ കാറ് കാണൊക്കെ ഫുള്ള് മോഡിഫൈ ആണ്. അവിടെ ബെന്നിയുടെ ഗ്യാരേജ് ഇല്ല, അതിൻ്റെ അടുത്താണ് കേസ് കാണിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ ഇവിടെ പക്ഷെ കാറൊന്നും കാണാനായിട്ടില്ല. ഓക്കെ ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഓക്കെ ഗൈസ് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാണാൻ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഗോൾഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ എന്നാലും നമുക്ക് നോക്കിയാൽ കേട്ടോ. നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഒന്നും തന്നെ അല്ല, അല്ലെങ്കിൽ നമുക്ക് അടിച്ചെന്നാലും നോക്കായിരുന്നു. ഈ സാധനം ഗോൾഡ് കണക്കെ തന്നെ ആയിരുന്നു. ഓക്കെ എന്തായാലും ഈ വണ്ടി തന്നെ ആണ്. നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ എന്തായാലും ഒന്ന് വിളിച്ചെന്തായാലും ചോദിക്കാം ഗൈസ്. ഈ വണ്ടി കണക്കെ തന്നെ ആണ്. നോക്കി നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ ജസ്റ്റ് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കി. നമുക്ക് അറിഞ്ഞൂടല്ലേ ഗൈസ് ഏതാണ് ഗോൾഡൻ കാർ നോക്കി. ഇവിടെ ഏതായാലും ഗോൾഡൻ കളർ പോലത്തെ ഒരു കാർ കിടപ്പുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് ലെസ്റ്ററിനെ വിളിച്ചെന്തായാലും കാര്യങ്ങൾ ചോദിക്കാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ലെസ്റ്ററിനെ കണക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ഗൈസ് ആ ഒരു ഗോൾഡൻ കാർ. ഈ വണ്ടി പിന്നെ ഭാഗ്യത്തിന് ലോക്കല്ല കേട്ടോ. അത് മാത്രമല്ല ഈ വണ്ടി പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൂടെയാണ്. ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ ഇതിപ്പോൾ എന്താണ് സീൻ? എൻ്റെ മോനെ ഗൈസ് ഈ വണ്ടി എടുത്തത് ഇതിൻ്റെ എയർ ഹോൺ കണക്കിടന്ന് അടിക്കുകയാണ്. എൻ്റെ പോലെ നമ്മുടെ ബസ്സിൻ്റെ ഒറ്റ എയർ ഹോൺ ഇല്ല. ഓക്കെ ആ എയർ ഹോണാണ്. ഓക്കെ ഈ എയർ ഹോണാണെങ്കിൽ നിൽക്കണമല്ലോ ഗൈസ്. ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ സാധനം അണയ്ക്കാൻ പറ്റുമോ നോക്കിയൊക്കെ ഗൈസ്. ഓക്കെ എന്തായാലും വണ്ടി കണക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഞാനവിടെ വണ്ടി ബാക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നടാവേ ഈ വണ്ടിയിൽ ഏതാണ് ടർബോ ചാർജർ കണക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ബൂസ്റ്ററും എല്ലാം എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നടാ ഇത് റിയൽ ഗോൾഡൻ കാർ തന്നെയാണ് കേട്ടോ. ഒരു കിഡിലെ സ്വിഫ്റ്റ് കണക്കെയാണ് കേസ് എന്തായാലും ഇതെന്ന് വെച്ചാലൊക്കെ. എൻ്റെ പോലെ ഇതെന്താണ് ഇതിൻ്റെ എയർ ഹോൺ നിൽക്കാത്ത. ഓക്കെ അങ്ങനെ ഇതിൻ്റെ എയർ ഹോൺ നിന്നിട്ടുണ്ട്. എൻ്റെ ആളിയാണ് നമ്മളങ്ങനെ അറിയാതെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടാണ് കേട്ടോ. നമുക്കെന്തായാലും ഇനി ഇപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും മാർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. എന്നാലും ഈ വണ്ടി എന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും മുമ്പേ ഇതേപോലത്തെ സെയിം സ്വിഫ്റ്റ് കണക്കെ എന്തായാലും ഉണ്ടായിരുന്നു കേസ് എന്തായാലും. ഓക്കെ പക്ഷെ ആ വണ്ടികളൊക്കെ പോയി കേസ്. ഓക്കെ എന്തായാലും ഇപ്പം നമ്മുടെ കയ്യിൽ സ്വിഫ്റ്റൊന്നും തന്നെ ഇല്ല. ഓക്കെ ആ വണ്ടി പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളെന്തായാലും ഒരുത്തനോടൊരു റേസുകളൊക്കെ വയ്ക്കാൻ പോയി. ഓക്കെ ഈ റേസിൽ ജയിക്കണ ആൾക്ക് എന്തായാലും ഈ അയാളുടെ കാറും കിട്ടും. അത് മാത്രമല്ല തലമുടി വെട്ടണേയും ചെയ്യണം. ഓക്കെ നമ്മളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വിഫ്റ്റാണെങ്കിൽ അത്രമാത്രം മോഡിഫിക്കേഷൻ ചെയ്തതല്ലായിരുന്നു. ഓക്കെ നമ്മളെന്തായാലും ജസ്റ്റ് ചെറുതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തതേ ഉള്ളായിരുന്നുള്ളൂ. ഓക്കെ വലുതായിട്ട് പവറൊന്നും കൂട്ടിയില്ല. ഓക്കെ അങ്ങനെ നമ്മൾ ആ റേസിന് തോറ്റ് നമ്മുടെ സ്വിഫ്റ്റും പോയി, നമ്മുടെ ഫ്രാങ്ക്ലിന് മുടി വെട്ടേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മൊട്ട അടിച്ചിരിക്കുന്നത്. ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇനി എന്തായാലും
മുടിയും കണക്കൊന്ന് പഴയതുള്ള സെറ്റാക്കണം കേട്ടോ. ഞാൻ പിന്നെ അവിടെ ആണെങ്കിൽ നേരത്തെ പോയതിന് ശേഷം നമ്മുടെ ലെസ്റ്ററിനെ വിളിച്ചിട്ടാണെങ്കിൽ നേരെ എന്തായാലും അയാളുടെ ആ ഒരു മുറി കണക്ക് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ, ഈ വണ്ടിയുടെ താക്കോല് കണക്ക് കിട്ടുമെന്ന്. അപ്പോൾ എന്നാലും ഇതിൻ്റെ ചാവിയും കണക്ക് എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല കേസൊക്കെ അവിടെ ആണെങ്കിൽ ഏതാണ് $300 മില്യൺ ഒരു അടിപൊളി ഒരു ബാഗും കൂടെ എന്നാലും അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആ ബാഗും കൂടെ നൈസായിട്ട് ഞങ്ങൾ എടുത്ത് കേസൊക്കെ $300 മില്യൺ കേസ് എൻ്റെ ആളിയാ കിടുക്കാച്ചായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേസൊക്കെ $300 മില്യൺ ഓക്കെ. എന്തായാലും അത് നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമുക്കാണെങ്കിൽ വലിയൊരു ക്രെഡിറ്റ് കാർഡുള്ള ഒരു പേഴ്സും കിട്ടിയിട്ടുണ്ട് ഓക്കെ. എന്തായാലും ഈ വണ്ടി കൊടുക്കേണ്ട ആവശ്യം തന്നെ എന്തായാലും ഇല്ല കേട്ടോ. അല്ലാതെ നിറയെ പൈസ കിട്ടി. ഇതെന്താണ് ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തിട്ട് എറിയണമല്ലോ ഓക്കെ. എന്തായാലും ഈ വണ്ടി ഞാൻ ചിലപ്പോഴേ കൊടുക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഗോൾഡിൻ്റെ പ്ലേറ്റ് എല്ലാം തന്നെ ഇളക്കി എടുത്തിട്ട് ഈ വണ്ടി നൈസായിട്ട് അങ്ങ് എന്തായാലും എടുക്കായിരുന്നു നൈസൊക്കെ. നമുക്ക് എന്തായാലും കത്തിച്ചെന്നാലും വിടാം കേട്ടോ ഓക്കെ. എനിക്കാണ് ഇവിടെ ഇപ്പോൾ എന്തായാലും 1 സ്റ്റാർ വാണ്ട ലെവൽ കിട്ടി. 1 അല്ല 2 ആയിരുന്നു ഓക്കെ. ഞാൻ ഒരുവിധം 1 ആക്കി വെച്ചേക്കാണ് ഓക്കെ. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താറ് അവിടെ എന്തായാലും ഏതൊരു വഴിക്ക് കിടക്കുകയാണ് കേട്ടോ. അതിന് പോയി എടുക്കണം കേസൊക്കെ. എൻ്റെ പെട്രോൾ തീർന്നേക്കാണ് ഓക്കെ. ഇനി നമ്മളെന്തായാലും ബില്യണയറാണ് ഓക്കെ. നമുക്കെന്തായാലും ഇഷ്ടം പോലെ കാറൊക്കെ വാങ്ങിക്കാം കേസൊക്കെ. ഒരു കാര്യം ചെയ്യും, ഈ വണ്ടി വെച്ചിട്ട് നമ്മൾ വലിയ ഉപയോഗം തന്നെ എന്തായാലും ഇല്ല കേട്ടോ. നമുക്കില്ലേ നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡില്ലേ, ഈ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ലെസ്റ്ററിൻ്റെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്തിട്ട് നമുക്കെന്തായാലും ഇഷ്ടം പോലെ പൈസ വെച്ച് നമുക്കെന്തായാലും പുതിയ ഡ്രസ്സും കാറും എല്ലാം വാങ്ങിച്ച് സെറ്റാക്കാം കേട്ടോ. ഈ വണ്ടി നമുക്ക് എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാം കേട്ടോ. ഒരാഴ്ച ആവട്ടെ. എന്നിട്ട് നമുക്ക് ലെസ്റ്ററിന് ഈ വണ്ടി ഒരു 500 മില്യണെങ്കിലും മിനിമം വിൽക്കാം കേസ് ഈ വണ്ടികളൊക്കെ. നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്താലും ഇടാം കേട്ടോ. എൻ്റെ മോനെ ഹോണാണ് നൈസ് വെച്ചാൽ ഓക്കെ. എയർ ഹോണുകളൊക്കെയാണ് ഓക്കെ. ഇതിൻ്റെ അതേപോലെ ഡ്രിഫ്റ്റൊക്കെ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഏതാണ് റേസിങ് ഇത് കണക്കാണ് വെച്ചിരിക്കണത് എന്തായാലും ഓക്കെ. നമുക്കപ്പോൾ എന്തായാലും ഈ വണ്ടിയിൽ ഇത് നമ്മുടെ നൈസായിട്ട് എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്ത് എന്തായാലും ഇടാം കേട്ടോ. നമ്മുടെ ഹണ്ടർ കണക്ക് എന്തായാലും ഉണ്ട് ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും ജസ്റ്റ് എന്തായാലും നമുക്കെന്തായാലും കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വേറെയും കുറേ വണ്ടിയൊക്കെ വാങ്ങിക്കാം ഓക്കെ. അല്ലാതെ തന്നെ നിറയെ പൈസ കിട്ടി ഓക്കെ. എന്തായാലും എല്ലാം എന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും ഇനി എന്തായാലും കാണാം ഓക്കെ. നമ്മളങ്ങനെ ഫൈനലി ഗൈസ് എന്തായാലും മില്യണയർ ആയേക്കാണ് കേട്ടോ. ആ ഒരു കാർഡുകളൊക്കെ നമ്മളെന്തായാലും ഹാക്ക് ചെയ്ത് കുറേ പൈസ എടുത്തു കേട്ടോ. ആ സ്വിഫ്റ്റ് നമ്മളെന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് വിൽക്കും കേട്ടോ. ചിലപ്പോൾ വിൽക്കും ചിലപ്പോൾ വിൽക്കില്ല ഓക്കെ. നമ്മളിവിടെ ഇപ്പോൾ ഒത്തിരി വണ്ടികൾ ഞങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ വണ്ടികളാണ് കേട്ടോ. അതേപോലെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പോലത്തെ പഴയ സ്വിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടോ. ഇത് നമ്മുടെ മറ്റേ സ്വിഫ്റ്റാണ് ഓക്കെ. നമ്മളാണെങ്കിൽ പിന്നെ എന്തായാലും നമ്മുടെ മുടി കണക്ക് പെട്ടെന്ന് വളർന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടെ മുടിയെല്ലാം സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുതിയ കുറേ അടിപൊളി ജാക്കറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താറ് ഇപ്പോഴും ആ വഴി കിടക്കാണ് കേട്ടോ. ഇത് വേറെ താറാണ് ഓക്കെ. ആയി ടൈഗറേ, ഞാൻ പറഞ്ഞില്ലേടാ നമ്മൾ മില്യണയർ ആവുന്നത്. ഫ്രാങ്ക്ലിൻ മുതലാളി പറഞ്ഞ ശരിയാണ്. നമ്മൾ കണ്ട മില്യണയറായി. ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം ഒരു 20 കൊല്ലം വരെ. ആടാ ടൈഗറേ. ഓക്കെ ഗായ്സ് ഓക്കെ. അപ്പോൾ ഇത്രയുള്ള കേസ് എന്നത്തെ ഈ ഒരു വീഡിയോകളൊക്കെ എല്ലാവരും എന്നത്തെ ഈ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ. ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ് ഓക്കെ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും എല്ലാം തന്നെ ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.